അതെ, അവർക്ക് വീടില്ല, ആരും നോക്കുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞപ്പോൾ അവർക്കൊരു വീട് വെച്ച് കൊടുത്തു. ആ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടീനെ പാരവയ്ക്കുന്ന പ്രവൃത്തി അവർ ചെയ്യുകയാണ്. അത് പിന്നെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തു. വീടില്ല എന്ന് പറഞ്ഞ് വീട് വെച്ച് കൊടുത്തു. പക്ഷേ അവർ കൂടുതൽ മേച്ചിൽ പുറം കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയി. അല്ല, രാഷ്ട്രീയ മുതലെടുപ്പിനല്ല, ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് അവർ ഭിക്ഷ യാചിക്കുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അന്ന് ഇന്ന് എം പി ആയിട്ടുള്ള ശ്രീ ഡീൻ കുര്യാക്കോസൊക്കെ അവരെ ചെന്ന് കണ്ട് ഇപ്പോൾ പറഞ്ഞ ആരും നോക്കാനില്ല. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരു സിമ്പതി തീർച്ചയായിട്ടും പാർട്ടിക്കുണ്ടായി. അതിപ്പോൾ വീടില്ലാത്തവർക്കൊക്കെ വീട് വെച്ച് നൽകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതനുസരിച്ച് വീട് വെച്ച് കൊടുത്തു. പക്ഷേ അത് കിട്ടിയപ്പോൾ കൂടുതൽ ഇപ്പോൾ ഒരു റോഡില്ലാത്ത സ്ഥലത്ത് റോഡ് വേണമെന്ന് പറഞ്ഞിട്ട് റോഡുണ്ടാക്കുമ്പോൾ പിന്നെ അത് വികസിപ്പിക്കണം എന്ന് പറയും, പിന്നെ പാലം വേണമെന്ന് പറയും. അത് ആഗ്രഹമില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. ഇനിയിപ്പോൾ ചേരാൻ അവർക്ക് പാർട്ടികളൊന്നും ഇനിയിപ്പോൾ ബാക്കിയില്ലാത്തതുകൊണ്ട് അതിൽ തന്നെ നിൽക്കുന്ന വിചാരിക്കുക. അല്ല, അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. കമ്മിറ്റിയിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് പക്ഷേ ഫൈനൽ എന്ന് പറയുന്നത് ഹൈക്കമാൻഡാണ് ചെയ്യേണ്ടത്. അവർ തീരുമാനം എടുത്ത് അറിയിക്കട്ടെ. ഇല്ല, അത് സംബന്ധിച്ച് ഒരു ചർച്ച എന്നോട് നടത്തിയിട്ടില്ല. പക്ഷേ അതിൻ്റെ സമയമായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും നോക്കാം. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും മാറ്റേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലോക്കൽ ബോഡി ഇലക്ഷനിൽ പാർട്ടീനെ നയിക്കേണ്ടത് ജില്ലാ അധ്യക്ഷന്മാരാണ്. അങ്ങനെയുള്ളവരോട് ഇപ്പം മാറ്റിയുള്ള വാർത്തകൾ വരുമ്പോൾ അവർക്കൊരു ടെൻഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൽക്കാലം വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇത് എല്ലാ കാര്യവും പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് വിധേയമാണ്. മുതിർന്ന ഒരു വിഭാഗം നേതാക്കൾ പുറത്തുണ്ട്. ഇനി KPCC ജനറൽ സെക്രട്ടറിമാരും അവരെ സ്ഥാനം തെളിക്കുമ്പോൾ അവരൊക്കെ ഇവിടെ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടമാണ്. ഇങ്ങനെ അതിന് പ്രാപ്തമാണോ ഇപ്പം നിലവിൽ? അല്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് പറയുമ്പോൾ ഔദ്യോഗിക സാധനമൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ഞാൻ സുഖമായിട്ട് പിടിച്ചു നിൽക്കുന്നില്ലേ? നമുക്ക് കഴിവും പ്രവർത്തകരുടെ അംഗീകാരം ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ഒരു സാധനവും ഇപ്പോൾ ഔദ്യോഗികമായിട്ടില്ലല്ലോ. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ സാധനം കളയാൻ ആര് വിചാരിച്ചാലൊന്നും പറ്റൂല. ഒക്കെ മുൻ നിന്നാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് ആര് വിചാരിച്ചാലും ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവർക്കും സ്പേസ് ഉണ്ട്. പക്ഷേ നിലവിലുള്ള നേതൃത്വത്തിൻ്റെ ചുമതലയാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കേണ്ടതും എല്ലാവരെയും സഹകരിപ്പിക്കണം. അത് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം.